അതിർത്തിയിൽ വൻ സംഘർഷം. ഇന്ത്യൻ വ്യോമാതിർത്തി കടന്ന പാക് വിമാനം ഇന്ത്യ വെടിവെച്ചിട്ടെന്ന് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി സ്ഥിരീകരിച്ചു. 3 പാകിസ്ഥാൻ വിമാനങ്ങൾ അതിർത്തി ഭേദിച്ച ഇന്ത്യൻ മേഖലകളിൽ ബോംബിട്ടെന്ന് പാകിസ്ഥാൻ സൈന്യവും വിദേശകാര്യ വകുപ്പും അവകാശപ്പെട്ടു. എന്നാൽ ഭീകരവാദത്തിനെതിരെ ഒന്നിച്ച് പോരാടണമെന്ന് ഇന്ത്യയും ചൈനയും റഷ്യയും സംയുക്ത പ്രസ്താവനയിറക്കി. ഇപ്പോൾ സന്തോഷ് സെർലിംഗ് നൽകും വിവരങ്ങൾ. ബിപിന ചോദിക്കൂ. ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ കിടന്ന പാക് വിമാനം ഇന്ത്യ വെടിവെച്ചിട്ടുവെന്ന ഇന്ത്യൻ ആവർത്തിക്കാമോ? തീർച്ചയായും സന്തോഷ്. ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ കിടന്ന പാകിസ്ഥാൻ വിമാനം വെടിവെച്ചിട്ടുവെന്ന് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ 3 പാകിസ്ഥാൻ വിമാനങ്ങൾ അതിർത്തി ഭേദിച്ച ഇന്ത്യൻ മേഖലകളിൽ ബോംബിട്ടുവെന്ന് പാകിസ്ഥാൻ സൈന്യവും വിദേശകാര്യ വകുപ്പും അവകാശപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് ഇന്ത്യൻ വിദേശകാര്യ വക്താവ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് MiG-21 വിമാനം ഒപ്പം തന്നെ അതിന്റെ പൈലറ്റായിരുന്ന അഭിനന്ദ് വർദ്ധനെയും കാണാതായതായി തന്നെയാണ് അദ്ദേഹം സ്ഥിരീകരിച്ചിരിക്കുന്നത്. സന്തോഷ്. തീർച്ചയായും ഇന്ന് രാവിലെ നടന്ന ആക്രമണത്തിൽ കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായ ആദ്യ പ്രതികരണമാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നുണ്ടായിരിക്കുന്നത്. വിദേശകാര്യ വക്താവ് രവീഷ് കുമാറും വ്യോമസേനയുടെ പ്രതിനിധിയായി എയർ വൈസ് മാർഷൽ RGK കപൂറും സംയുക്തമായാണ് വാർത്താ സമ്മേളനം നടത്തിയത്. പക്ഷേ വിദേശകാര്യ വക്താവ് മാത്രമാണ് സംസാരിച്ചതെന്ന് ശ്രദ്ധേയമാണ്. ഇന്ന് രാവിലെ 10:05 കൂടിയാണ് നൌഷാര സെക്ടറിൽ ആദ്യമായി പാകിസ്ഥാൻ വിമാനം ഇന്ത്യൻ വ്യോമ അതിർത്തി കടക്കുന്നത് ഇന്ത്യയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് നടത്തിയ വെടിവെപ്പിൽ ഒരു വിമാനത്തെ തകർക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. ആ വിമാനം പാകിസ്ഥാൻ ഭാഗത്ത് തന്നെ തകർന്നു വീഴുന്നത് കണ്ടുവെന്നാണ് ഇപ്പോൾ വിദേശകാര്യ വക്താവ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. രണ്ടാമത്തെ വിഷയം, ഈ പാകിസ്ഥാൻ പ്രധാനമായും ലക്ഷ്യമിട്ടത് ഇന്ത്യയുടെ പ്രതിരോധ താവളങ്ങളെയായിരുന്നു. ഈ സൈനിക താവളങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പാകിസ്ഥാന്റെ ആക്രമണം യുദ്ധസമാനം തന്നെയാണ്. പക്ഷെ അത് വിദേശകാര്യ വക്താവ് പ്രത്യേകം എടുത്തു പറഞ്ഞില്ലെങ്കിൽ പോലും ഇന്ത്യ ഗൗരവത്തോടെ കാണുന്നു എന്നതാണ് അദ്ദേഹം ആ പ്രസ്താവനയിൽ പറഞ്ഞ സൂചനകൾ നൽകുന്ന വിവരം. അതായത് ഇന്ത്യ ജെയ്ഷെ മുഹമ്മദിന്റെ തീവ്രവാദ കേന്ദ്രങ്ങളാണ് ലക്ഷ്യമിട്ടതെങ്കിൽ തിരിച്ച് പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്തത് ഇന്ത്യൻ ആർമി കേന്ദ്രങ്ങളായിരുന്നു. പക്ഷെ അതിൽ അവർക്ക് വിജയിക്കാനായില്ല. അതിനു മുമ്പ് തന്നെ ഇന്ത്യ അത് തകർക്കുകയും പ്രത്യാക്രമണം നടത്തുകയും ചെയ്തു. ഈ പ്രത്യാക്രമണത്തിലാണ് നമുക്കൊരു MiG-21 വിമാനം തകർന്നു വീണത്. അതിന്റെ പൈലറ്റിനെ കാണാനില്ല. പക്ഷേ അനൗദ്യോഗികമായി അത് അദ്ദേഹം പാകിസ്ഥാന്റെ പിടിയിലാണ് എന്ന ചില വിവരങ്ങളുണ്ട്. പക്ഷെ അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ പരിശോധനകൾ നടത്തുകയാണ് എന്നാണ് വിദേശകാര്യ വക്താവ് അറിയിച്ചിരിക്കുന്ന ഒരു വിവരം. കാരണം രാവിലെ ഈ സംഭവം നടന്നത് മുതൽ പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ടായിരുന്നു. അതിലൊന്ന് ആണ് ഈ വിമാനവും പിന്നെ പൈലറ്റുകളുടെ എണ്ണവും ഒക്കെ. 2 വിമാനങ്ങൾ തകർത്തിട്ടു, 2 പൈലറ്റുമാരെ പിടികൂടിയായി എന്നൊക്കെയായിരുന്നു വന്നത്. പക്ഷെ ഇപ്പോൾ അത് കുറച്ചുകൂടി വ്യക്തമാകുന്നു. ഇന്ത്യൻ ഭാഗത്തു നിന്നുള്ള പ്രതികരണം കാണുമ്പോൾ നമുക്ക് ഒന്നുകൂടി വ്യക്തം. ഒരു പൈലറ്റും ഒരു വിമാനവുമാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്ത് തകർന്ന് വീണു പോയിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു പൈലറ്റിനെ അവർക്ക് കസ്റ്റഡിയിൽ എടുക്കാൻ കൂടി കഴിഞ്ഞിട്ടുണ്ട്. അയാൾ ആരാണ് എന്ന പേര് പറയുന്നില്ല. പക്ഷെ അതേസമയം പാകിസ്ഥാൻ മീഡിയ ഇപ്പോൾ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാന്റെ ചില ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട്. അദ്ദേഹം പിടിയിലാകുക എന്ന പേരിലുള്ള ചില ദൃശ്യങ്ങളൊക്കെ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം അത് തന്നെയാണോ എന്ന കാര്യത്തിലും ഇദ്ദേഹം വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാൻ തന്നെയാണോ പിടിയിലായത് എന്നെ സംബന്ധിച്ചുള്ളതൊക്കെ വ്യക്തത വേണം. അതൊന്നും ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ ഇന്ത്യക്കും കഴിയില്ല. കാരണം പാകിസ്ഥാൻ ഇക്കാര്യം ഒഫീഷ്യലായി ഇന്ത്യ അറിയിച്ചിട്ടില്ല. ഇത് അൺഒഫീഷ്യലായി കിട്ടുന്ന വിവരങ്ങളാണ്. അതുകൊണ്ടാണ് വിദേശകാര്യ വക്താവ് പറഞ്ഞത് തങ്ങൾക്ക് ഇക്കാര്യത്തിൽ കൂടുതൽ പരിശോധനകൾ ആവശ്യമുണ്ട് എന്ന്. നിലവിൽ കാര്യങ്ങൾ അത്ര ചെറുതായി കാണേണ്ടതില്ല. കുറച്ചുകൂടി ഗൗരവത്തിലേക്ക് വളരെ സീരിയസ് ആയി മാറുകയാണ് കാര്യങ്ങൾ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പുൽവാമ സ്ഫോടനം അതിനുള്ള മറുപടിയാണ്. ആ പുൽവാമ സ്ഫോടനം ആസൂത്രണം ചെയ്തവരെയാണ് ഇന്നലെ നമ്മൾ ആക്രമിച്ചതെങ്കിൽ ഇപ്പോൾ പാകിസ്ഥാൻ ആകട്ടെ പക്ഷെ അതിന് പ്രത്യാക്രമണം എന്ന രീതിയിൽ നടത്തുന്നത് ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങളാണ്. അപ്പോൾ അത് സ്വാഭാവികമായും ചെറുതായി കാണാൻ കഴിയില്ല. അപ്പോൾ തീവ്രവാദികൾക്ക് പാകിസ്ഥാൻ നൽകുന്ന പിന്തുണയുടെ ഭാഗമാണ് ഇപ്പോൾ നൽകുന്ന ആക്രമണം. പാകിസ്ഥാനെയും തീവ്രവാദികളെയും രണ്ടായി കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇനി ഇന്ത്യ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പാകിസ്ഥാനെതിരെ പോയാൽ പോലും അത്ഭുതപ്പെടാനില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡൽഹിയിലെ പരിപാടികളൊക്കെ വെട്ടിച്ചുരുക്കി ഔദ്യോഗിക യോഗം വിളിച്ചുകൂട്ടി, അടിയന്തര യോഗം വിളിച്ചുകൂട്ടി. ഉന്നതതല യോഗത്തിൽ ഇത് പ്രതിരോധം തിരിച്ചടി
പ്രതിസന്ധികളും ഒക്കെ ചർച്ച ചെയ്യുകയും ചെയ്തു. ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ഇതിനിടയിൽ യോഗം വിളിച്ച് അർദ്ധസൈനിക വിഭാഗത്തിനോട് അടിയന്തരമായി ഇരിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ അജിത് ഡോവൽ തന്നെ ഇപ്പോൾ കാര്യങ്ങളൊക്കെ നേരിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. യുദ്ധത്തിലേക്ക് പോകുമോ എന്നൊരു സംശയമുണ്ട്. കാരണം ഇനി പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ എങ്ങനെയാണ് ഇതിന്റെ പ്രതികരണം എന്നതുകൂടി നോക്കണം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു പ്രകോപനം കൂടി സഹിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് തന്നെ അങ്ങേയറ്റമാണ്. നേരത്തെ പുൽവാമ സ്ഫോടനത്തിന് ഇന്ത്യ തിരിച്ചടി നൽകിയപ്പോൾ തന്നെ പറഞ്ഞതാണ്, ഇനി ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാൻ നിയന്ത്രണ രേഖ വിടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആക്രമണം നടത്തുകയാണെങ്കിൽ അത് യുദ്ധത്തിലേക്ക് തന്നെ പോകും എന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. കാർഗിൽ യുദ്ധത്തിന് ശേഷം കുറച്ചുകൂടി മെച്ചപ്പെട്ട് വരികയായിരുന്നു ഇന്ത്യ പാക് ബന്ധം. അപ്പോഴാണ് വീണ്ടും പാക് മണ്ണിൽ നിന്നുകൊണ്ടുള്ള ഈ തീവ്രവാദ ആക്രമണങ്ങൾ ഇന്ത്യയെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്ന, ഇന്ത്യൻ മണ്ണിൽ വലിയ സ്ഫോടനങ്ങൾ നടത്തുക, ജവാന്മാരെ ഒന്നടങ്കം കൊല ചെയ്യുക, ഇതൊക്കെയൊന്നും അത്ര വേഗം മറക്കാൻ ഇന്ത്യക്ക് കഴിയുകയുമില്ലല്ലോ ബിബിന. തീർച്ചയായും സന്തോഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാകിസ്ഥാൻ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്ന ഒരു നിലപാട് എന്ന് പറയുന്നത് തീർച്ചയായും വളരെയധികം പ്രകോപനപരമായ ഒരു നിലപാട് തന്നെയാണ്. കാരണം ഇന്ത്യ നടത്തിയ ആക്രമണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ തിരിച്ചടി എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ നോൺ മിലിറ്ററി കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു തിരിച്ചടി മാത്രമാണ് ഇന്ത്യ നടത്തിയത്. എന്നാൽ പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങൾ മാത്രം തിരഞ്ഞുപിടിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഈ ഒരു ഘട്ടത്തിൽ തീർച്ചയായും ഭീകരവാദത്തെ പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്നു എന്നുള്ളൊരു തരത്തിലേക്ക് തന്നെ വേണ്ടേ കരുതാൻ? തീർച്ചയായും. കാരണം ഇപ്പോൾ ഈ പുൽവാമ സ്ഫോടനം ഉണ്ടായതിനു ശേഷം നടത്തിയിരിക്കുന്ന ഈ ആക്രമണങ്ങൾക്കിടയിൽ ആദ്യമായിട്ടാണ് ഒരു ജവാന്റെ, ഒരു സൈനികന്റെ ജീവൻ വീണ്ടും ഇന്ത്യക്ക് നഷ്ടമാകുന്നത്. അപ്പോൾ അത് ചെറുതല്ല, അതൊരു ഇത്ര ചെറുതായി കാണാൻ ഇന്ത്യക്ക് കഴിയുകയുമില്ല. കാരണം ഈ സുരക്ഷിതമായി ആക്രമണം നടത്തുക, അത് തന്നെയായിരുന്നു ഇന്ത്യയുടെ ലക്ഷ്യം. ഇന്ത്യ ഇന്നലെ നടത്തിയ ആക്രമണത്തിൽ പോലും പറഞ്ഞത് സാധാരണക്കാരെയോ സൈനികരെയോ ബാധിക്കാത്ത രീതിയിലുള്ള ആക്രമണമാണ് നടത്തിയത്. പക്ഷെ ഇപ്പോൾ പാകിസ്ഥാൻ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ പ്രത്യാക്രമണത്തിൽ നമുക്കൊരു ജവാൻ കൂടി പിടിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ അതത്ര ചെറുതായി കാണാൻ ഇന്ത്യക്ക് കഴിയുകയുമില്ല. അത് തന്നെയാണ് ഇപ്പോൾ തുറന്നു പറഞ്ഞത്. ഇനി ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, പാകിസ്ഥാൻ വിമാനവും തകർക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിനെക്കുറിച്ചൊന്നും ഇതുവരെ പാകിസ്ഥാൻ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. കാരണം ഈ പാകിസ്ഥാൻ വിമാനം ഇന്ത്യൻ ആക്രമണത്തിൽ തകർന്നു വീഴുന്നതിന് ദൃക്സാക്ഷികളുണ്ട്. കാരണം അതിർത്തി മേഖലയിലാണല്ലോ വിമാനം വീഴുന്നത്. സ്വാഭാവികമായും അതിന് കൃത്യമായ തെളിവുകളുണ്ട്. പക്ഷെ എന്നാൽ പോലും അത് അംഗീകരിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകുന്നില്ല. അതിന്റെ പൈലറ്റ് രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന ചില സൂചനകളൊക്കെ നേരത്തെ ഈ പ്രത്യാക്രമണം നടത്തിയ ഇന്ത്യൻ പ്രതിരോധ സേന അറിയിച്ചിരുന്നതാണ്. പക്ഷെ അത് രക്ഷപ്പെട്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഈ ആക്രമണത്തിൽ ഒരു വിമാനം തകർക്കപ്പെട്ടു എന്ന കാര്യം പോലും പാകിസ്ഥാൻ തയ്യാറാകില്ല. അതേസമയം ഇന്ത്യ അതല്ല. ഇന്ത്യക്ക് ഉണ്ടായ നഷ്ടം, ഉണ്ടായ നഷ്ടവും പൈലറ്റിന് നഷ്ടമായതും ഇന്ത്യ അംഗീകരിക്കുകയും സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് ഇവിടുത്തെ ഒരു ശ്രദ്ധേയ കാര്യം. പാകിസ്ഥാൻ ഇതിനു മുമ്പും ഇങ്ങനെയാണ്. അവരുടെ നഷ്ടങ്ങൾ അവർ കഴിയുന്നതും പുറത്തു പറയില്ല. 300-ലേറെ തീവ്രവാദികളെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇന്ത്യയുടെ അനൌദ്യോഗിക കണക്ക്. പക്ഷെ ഇതിനെക്കുറിച്ച് ഒന്നും പ്രതികരിക്കാൻ പാകിസ്ഥാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ കാർഗിൽ യുദ്ധസമയത്ത് പോലും നമ്മൾ ഇത് കണ്ടതാണ്. പാക് സേനയാണ് കൊല്ലപ്പെടുന്നത്. പക്ഷെ എന്നാൽ പോലും അവരുടേതാണ് എന്ന് പറഞ്ഞ് ഏറ്റെടുക്കാൻ പോലും തയ്യാറാകാത്ത ഒരു ഭരണകൂടമാണ് പാകിസ്ഥാനിലുള്ളത്. ഇന്നിപ്പോൾ സംഭവിച്ചത് അത് തന്നെയാണ്. നമ്മുടെ മിലിറ്ററി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുക, അതിനുശേഷം അത് ശക്തി തെളിയിക്കാനുള്ള വെറുമൊരു പ്രകടനം മാത്രമായിരുന്നു എന്ന് വെറുതെ പറയുക. പിന്നീട് വീണ്ടും ഒരു പൈലറ്റിനെ വിമാനം വെടിവെച്ചിട്ടു. പിന്നീട് ആ പൈലറ്റിന്റെ കസ്റ്റഡി എത്തു. പക്ഷെ ഇത് ഔദ്യോഗികമായി പാകിസ്ഥാൻ ഇതുവരെ ഇന്ത്യ അറിയിച്ചിട്ടില്ല, അനൌദ്യോഗികമായി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ആ പൈലറ്റിനെ ഓർത്ത് നമുക്കിപ്പോൾ ടെൻഷനുണ്ട്. കാരണം അദ്ദേഹത്തെ ഏത് രീതിയിലായിരിക്കും കൈകാര്യം. പാകിസ്ഥാൻ പറയുന്നത് ജനീവ കൺവെൻഷൻ പ്രകാരം അദ്ദേഹത്തെ കൈകാര്യം ചെയ്യുമെന്ന് പറയുമ്പോൾ പോലും അത് പൂർണ്ണമായും വിശ്വസനീയമല്ല. ഇന്ത്യ അതാണ് സസൂക്ഷ്മം വീക്ഷിക്കുന്നത്. അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരണം. അത് ഔദ്യോഗികമായി അറിയിച്ചാൽ അത് തിരിച്ചു കൊണ്ടുവരാം. അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ കാര്യങ്ങൾ പ്രശ്നത്തിലേക്ക് തന്നെ പോയി. ഇപ്പോൾ തന്നെ എല്ലാ വിമാനത്താവളം അടക്കം അലർട്ടാണ്. ഒരു യുദ്ധം എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പുറപ്പെടാവുന്ന ഒരു പശ്ചാത്തലം ഇപ്പോൾ ഡൽഹിയിലും പരിസര സംസ്ഥാനങ്ങളിലും ഒക്കെ വ്യാപകമായി ഉണ്ട്. ബിബിന, സന്തോഷ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഒരു പൈലറ്റിനെ കാണാതായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എവിടെ പെട്ടുപോയി, പാകിസ്ഥാന്റെ കയ്യിലാണെങ്കിൽ, പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്തു, പാകിസ്ഥാന്റെ കയ്യിലാണ് ഇപ്പോൾ പൈലറ്റ് ഉള്ളത് എന്ന് പറയുമ്പോഴും അവർ അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോഴും അങ്ങനെയാണെങ്കിൽ പൈലറ്റിനെ തിരിച്ചു കൊണ്ടുവരേണ്ട കടമ തീർച്ചയായും ഇന്ത്യക്കുണ്ട്. ഇതിനുവേണ്ടി എന്തൊക്കെ നടപടികളായിരിക്കും ഇന്ത്യ സ്വീകരിക്കുക?
ഇത് സംബന്ധിച്ചാണ് ഈ വാർത്താ സമ്മേളനത്തിൽ ചോദ്യം ഉയർന്നത്. പക്ഷെ അതിനെ സംബന്ധിച്ച് പ്രതികരിക്കാൻ ഈ പറഞ്ഞതുപോലെ വിദേശകാര്യ വക്താവ് തയ്യാറായില്ല. ഇപ്പോൾ എവരും ഉന്നയിക്കുന്ന ചോദ്യം അത് തന്നെയാണ്, അദ്ദേഹത്തെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരും എന്നതാണ്. ഇപ്പോൾ അനൗദ്യോഗികമായി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാണ്. സന്തോഷ് സെർലിംഗ് ആണ് വിവരങ്ങൾ നൽകിയത്. ഇന്ത്യൻ സൈന്യത്തിന്റെ ബലാക്കോട്ട് ആക്രമണത്തിന് പിന്നാലെ അതിർത്തിയിൽ സംഘർഷാവസ്ഥ. പാകിസ്ഥാൻ ഇന്ന് വ്യോമാക്രമണം നടത്തിയെന്ന് ഇന്ത്യ സ്ഥിരീകരിച്ചു. ഇന്ത്യയുടെ ഒരു MiG-21 വിമാനം നഷ്ടമായെന്നും ഒരു വൈമാനികനെ കാണാതായി എന്നും വിദേശകാര്യ മന്ത്രാലയം. പാകിസ്ഥാന്റെ ഒരു F-16 വിമാനം തകർത്തുകൊണ്ട് തിരിച്ചടി നൽകിയെന്ന് വിദേശകാര്യ വക്താവ് രവീഷ് കുമാർ അറിയിച്ചു. Pakistan Air Force was detected and the Indian Air Force responded instantly. In that aerial engagement, one Pakistan Air Force fighter aircraft was shot down by a MiG-21 Bison of the Indian Air Force. The Pakistani aircraft was seen by ground forces falling from the sky on the Pakistan side. In this engagement, we have unfortunately lost one MiG-21. The pilot is missing in action. Pakistan has claimed that he is in their custody. We are ascertaining the facts. Thank you very much. ഇന്ത്യയുടെ തിരിച്ചടി ഭയന്ന് പാകിസ്ഥാന്റെ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചിട്ടു. ഇന്ത്യ വിമാനത്താവളങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. ഇതിനിടെ പാകിസ്ഥാൻ പുറത്തുവിടുന്ന ചിത്രങ്ങൾ വ്യാജമാണ് എന്ന് ഇന്ത്യ അറിയിച്ചു. ഇപ്പോൾ സന്തോഷ് സെർലിംഗ് കൂടുതൽ വിവരങ്ങൾ നൽകും. സന്തോഷ്, തീർച്ചയായും ബിബിന, ഇപ്പോൾ ഇന്ത്യ അത് സംബന്ധിച്ച് തന്നെയാണ് ഇന്ത്യയുടെ പല ഭാഗത്തും ആശങ്ക ഉണ്ടാകുന്നത്. ഇന്ത്യ പക്ഷെ ഇപ്പോൾ തിരിച്ചടിക്കുള്ള സാധ്യതകൾ നോക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് രാജ്യത്തെ സുരക്ഷാ കാര്യങ്ങൾ ഇപ്പോൾ വിലയിരുത്തി. അല്പസമയം മുമ്പ് വീണ്ടും അദ്ദേഹം സുരക്ഷാ കാര്യങ്ങൾ ഒന്നുകൂടി അവലോകനം ചെയ്തിരിക്കുന്നു. അർദ്ധസൈന്യ വിഭാഗങ്ങളുടെ വിന്യാസം എത്രയും വേഗം പൂർത്തിയാക്കാൻ പറഞ്ഞിരിക്കുന്നു. ഡൽഹിയിലെ വടക്കൻ മേഖലകളിലെ എയർ മേഖലകളിൽ ഇപ്പോൾ വ്യോമയാന നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് സൈനികരുടെ അനുമതി ഇല്ലാതെ വിമാനങ്ങൾ പറക്കരുതെന്ന ചില നിബന്ധനകളൊക്കെ മുന്നോട്ട് വച്ചിട്ടുണ്ട്. നേരത്തെ അതിർത്തി മേഖലകളിലെ 5 വിമാനത്താവളങ്ങൾ പൂർണ്ണമായും അടച്ചിട്ടെങ്കിൽ പോലും വീണ്ടും അത് തുറന്നു യാത്രാ സർവീസുകൾ പോകുന്നുണ്ട്. പക്ഷെ അതെല്ലാം സൂക്ഷ്മ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ്. ഇന്ന് രാവിലെ പാകിസ്ഥാൻ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഇടപെടൽ, പ്രകോപനം അത്ര ചെറുതായി ഇന്ത്യ കാണുന്നില്ല. കാരണം ഇന്ത്യ എപ്പോഴും നടത്തിയിരിക്കുന്നത് സ്വന്തം രാജ്യത്തിന്റെ താല്പര്യം സംരക്ഷിക്കാനുള്ള നീക്കമാണ്. പാകിസ്ഥാൻ അതല്ല ഇപ്പോൾ നടത്തിയിരിക്കുന്നത്, ഇന്ത്യൻ മണ്ണിൽ തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ഇതുവരെ പാകിസ്ഥാൻ അവകാശപ്പെട്ടതുപോലുള്ള ഒരു കടന്നുകയറ്റമല്ല ഇന്ന് രാവിലെ ഉണ്ടായത് എന്നിപ്പോൾ വിദേശകാര്യ വക്താവിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾ തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം. ഇതിനിടയിൽ ഒരു പാകിസ്ഥാൻ വിമാനത്തെ തകർക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യൻ വിമാനവും തകർക്കപ്പെട്ടിരിക്കുന്നു. ഒരു സമാധാന കാലത്ത് ഇന്ത്യ പാകിസ്ഥാൻ വിമാനങ്ങൾ പരസ്പര ആക്രമണത്തിൽ തകരുന്നത് ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കുമെന്ന് പറയാം. ഇതുതന്നെ ഒരു യുദ്ധത്തിന് തുടക്കം കുറിക്കാവുന്ന ഒരു വിഷയമാണ്. അത്രയേറെ രീതിയിൽ സംഘർഷ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് ബിബിന. വ്യക്തമാണ്. പാകിസ്ഥാന് മുന്നറിയിപ്പുമായി അമേരിക്ക. സ്വന്തം മണ്ണിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ ഇല്ലായ്മ ചെയ്യണം. ഇന്ത്യക്കെതിരെ സൈനിക നീക്കം നടത്തരുത്. ഇന്ത്യ നടത്തിയത് തീവ്രവാദത്തിനെതിരായ പോരാട്ടമെന്നും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംബെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. സൈനിക നടപടിയല്ല ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയതെന്ന് സുഷമ സ്വരാജ് ചൈന റഷ്യ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പറഞ്ഞു. അതേസമയം ജമ്മുകശ്മീരിലെ അതിർത്തി മേഖലകളിൽ പാകിസ്ഥാൻ വെടിയുതിർത്തു. ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ വ്യോമാക്രമണത്തെ പൂർണ്ണമായും ന്യായീകരിച്ചുകൊണ്ടാണ് അമേരിക്ക രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്ത്യ നടത്തിയത് തീവ്രവാദത്തിനെതിരായ പോരാട്ടം. ഇതിനെതിരെ പാകിസ്ഥാൻ സൈനിക നീക്കം നടത്തരുത്. സ്വന്തം മണ്ണിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ ഇല്ലാതാക്കണമെന്നും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ചൈന റഷ്യ ഇന്ത്യ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്ന വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ഇന്ത്യ സൈനിക നടപടി നടത്തിയിട്ടില്ലെന്ന് വ്യക്തമാക്കി. മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതേസമയം ഇന്നലെ രാത്രി പാകിസ്ഥാൻ സൈന്യം അതിർത്തി മേഖലകളിൽ തുടർച്ചയായി വെടിവെപ്പ് നടത്തി. ഷോപ്പിയാൻ മേഖലയിൽ ഗ്രാമീണരെ മറയാക്കി മിസൈലുകളും ഗ്രനേഡുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. 5 ഇന്ത്യൻ സൈനികർക്ക് പരിക്കുപറ്റി. ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിൽ 10ഓളം പാക് സൈനിക പോസ്റ്റുകൾ തകർക്കപ്പെട്ടു. നിരവധി പാക് സൈനികർക്കും പരിക്കുപറ്റി. ന്യൂസ് ബ്യൂറോ, ദില്ലി. മൗലാന മസൂദ് അസറിനെ ആഗോള ഭീകരവാദിയായി പ്രഖ്യാപിക്കാൻ ഫ്രാൻസ് പ്രമേയം കൊണ്ടുവന്നേക്കും. UN
സുരക്ഷാ കൌൺസിൽ അധ്യക്ഷ പദവി മാർച്ച് 1 ലഭിച്ചയുടൻ പ്രമേയം കൊണ്ടുവരാനാണ് നീക്കം. ന്യൂസ് ഏജൻസിയായ PTI ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സുരക്ഷാ കൌൺസിലിൽ ഫ്രാൻസ് പ്രമേയം കൊണ്ടുവന്നാൽ ചൈനയുടെ നിലപാട് നിർണായകമാകും. പുൽവാമ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനും ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകനുമായ മൌലാന മസൂദ് അസറിനെ ആഗോള ഭീകരനാക്കി പ്രഖ്യാപിക്കാനുള്ള പ്രമേയം UN സുരക്ഷാ കൌൺസിലിൽ അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഫ്രാൻസ്. നേരത്തെ ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച് UN സുരക്ഷാ കൌൺസിൽ പ്രമേയം പാസാക്കിയിരുന്നു. ഇതിന്റെ തുടർച്ചയെന്നുള്ള നിലയിലാണ് ആക്രമണത്തിന്റെ സൂത്രധാരനായ അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാനുള്ള പ്രമേയം കൊണ്ടുവരുന്നത്. UN സുരക്ഷാ കൌൺസിലിന്റെ അധ്യക്ഷസ്ഥാനം ഇപ്പോൾ ഇക്വറ്റോറിയൽ ഗിനിയക്കാണ്. മാർച്ച് 1 സുരക്ഷാ കൌൺസിലിന്റെ അധ്യക്ഷസ്ഥാനം ഫ്രാൻസിന് ലഭിക്കും. തൊട്ടു പിന്നാലെ ഇത് സംബന്ധിച്ച പ്രമേയം അവതരിപ്പിക്കാനാണ് ഫ്രാൻസിന്റെ ആലോചന. ദേശീയ വാർത്താ ഏജൻസിയായ PTI ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഫ്രാൻസ് പ്രമേയം കൊണ്ടുവരികയാണെങ്കിൽ നയതന്ത്ര തലത്തിലെ ഇന്ത്യയുടെ വിജയമായി ഇത് വിലയിരുത്തപ്പെടും. നേരത്തെ ഇന്ത്യയുടെ മുൻകൈയിൽ 3 തവണ ശ്രമം നടത്തിയെങ്കിലും ചൈനയുടെ വിയോജിപ്പ് മൂലം പരാജയപ്പെടുകയായിരുന്നു. വീണ്ടും പ്രമേയം വന്നാലും ചൈനയുടെ നിലപാടാകും നിർണായകമാകുക. പുതിയ സാഹചര്യത്തിൽ ചൈനയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിൽ അന്താരാഷ്ട്ര സമൂഹവും ഇന്ത്യക്കൊപ്പം ഉണ്ടാകുമെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, ദില്ലി. വ്യോമാക്രമണ പ്രഖ്യാപനം പാകിസ്ഥാൻ നടത്തിയിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ വ്യോമസേനയ്ക്ക് മുന്നിൽ വളരെ ശുഷ്കമാണ് പാക് പട. പാകിസ്ഥാന്റെ കൈവശമുള്ള ഫൈറ്റർ ജെറ്റുകളുടെ ഇരട്ടി എണ്ണം ഇന്ത്യക്കുണ്ട്. ആകാശ പോരാട്ടത്തിൽ എന്നും കരുത്തു തെളിയിച്ചിട്ടുള്ള മിക്സ് ശ്രേണിയിലെ 3 തലമുറകളാണ് ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത്. മിറാഷ് വിമാനങ്ങളെ കൂടാതെ സുഖോയ് ഫൈറ്റർ ജെറ്റുകളുടെയും ഇന്ത്യ ഇന്നലെ ആക്രമണത്തിനായി പല സ്ഥലത്തും വിന്യസിച്ചിരുന്നു. കാർഗിലിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. ഇന്ത്യക്ക് വ്യോമാക്രമണത്തിലൂടെ മറുപടി പറയുമെന്നാണ് പാകിസ്ഥാൻ വാദം. പക്ഷേ ആകാശ പോരാട്ടത്തിലും പ്രതിരോധത്തിലും ഇന്ത്യക്ക് മുമ്പിൽ ഏറ്റവും ശുഷ്കമാണ് പാക് വ്യോമപ്പടയെന്ന് അന്താരാഷ്ട്ര പഠന റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. 2018 ഗ്ലോബൽ ഫയർ പവറിന്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യൻ വ്യോമസേനയുടെ പക്കലുള്ളത് 2185 ജെറ്റുകൾ. എന്നാൽ പാകിസ്ഥാന്റെ പക്കലാകട്ടെ 1281 എണ്ണം മാത്രം. ഇന്ത്യയുടെ പക്കലുള്ള ഫൈറ്റർ വിമാനങ്ങൾ 590, പാക്കിലാകട്ടെ 320. അറ്റാക്ക് എയർക്രാഫ്റ്റ് വിഭാഗത്തിൽ 410 വിമാനങ്ങൾ മാത്രമേ പാകിസ്ഥാൻ വ്യോമസേനയ്ക്ക് സ്വന്തമായുള്ളൂ. അതിന്റെ ഇരട്ടി എണ്ണമായി 804 എണ്ണം ഇന്ത്യക്ക് കരുത്തായുണ്ട്. ഹെലികോപ്റ്ററുടെ എണ്ണത്തിലുമുണ്ട് വലിയ അന്തരം. 720 ഹെലികോപ്റ്ററുകൾ വ്യോമസേനയ്ക്കായി പല ഭാഗത്തും സജീവമായുള്ളപ്പോൾ 329 എണ്ണമാണ് മറുഭാഗത്ത്. MiG-21, MiG-27, MiG-29, മിറാഷ്, സുഖോയ്, Su-30, സ്പെക്ടാർ, ജഗ്വാർ എന്നിവയെ കൂടാതെ ഇന്ത്യ തദ്ദേശമായി വികസിപ്പിച്ചെടുത്ത തേജസ് വിമാനങ്ങളും ഇന്ത്യക്ക് മുതൽക്കൂട്ടാണ്. എന്നാൽ ജെറ്റ് വിമാനങ്ങളിൽ ആദ്യത്തെ ജനറേഷനിൽ മാത്രം ഉൾപ്പെടുന്ന F-60 ഫാൽക്കൺ, JF തണ്ടർ, മിറാഷ് 3, മിറാഷ് 5 എന്നീ വിഭാഗങ്ങളിലെ വിമാനം മാത്രമാണ് പാകിസ്ഥാന്റെ പക്കലുള്ളത്. കഴിഞ്ഞ ദിവസം രാത്രി ഇന്ത്യ മിറാഷ് വിമാനങ്ങൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണ സമയത്ത് ജാഗ്രതയോടെ അതിർത്തിയിൽ സുഖോയ് വിമാനങ്ങൾ വിന്യസിച്ചിരുന്നു. ആകാശത്ത് റഡാർ സംവിധാനത്തോടെ പറന്ന് ഫാൽക്കൺ വിമാനവും അടിയന്തര സാഹചര്യത്തിൽ ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാവുന്ന IL-78 വിമാനവും പിന്തുണയ്ക്കായി ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങൾക്കെതിരായ വ്യോമാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വിളിച്ചു ചേർത്ത പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം ആരംഭിച്ചു. ഭീകര കേന്ദ്രങ്ങൾക്കെതിരായ ആക്രമണം രാഷ്ട്രീയ മുതലെടുപ്പിന് കേന്ദ്രം ഉപയോഗിച്ചാൽ അതിനെ എങ്ങനെ നേരിടുമെന്ന് യോഗം ചർച്ച ചെയ്യും. പൊതു മിനിമം പരിപാടി തയ്യാറാക്കാനായിരുന്നു യോഗം വിളിച്ചിരുന്നതെങ്കിലും പുതിയ സാഹചര്യത്തിൽ അജണ്ട മാറ്റുകയായിരുന്നു. സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച നടനുള്ള പുരസ്കാരം നടൻ ജയസൂര്യയും സൌബിൻ ഷാഹിറും പങ്കിട്ടു. മികച്ച നടിക്കുള്ള പുരസ്കാരം നിമിഷ സജയന്. മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടിയത് ശ്യാമപ്രസാദ്. ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത ഒരു ഞായറാഴ്ച മികച്ച ചലച്ചിത്രത്തിനുള്ള പുരസ്കാരവും സ്വന്തമാക്കി. ഞാൻ മേരിക്കുട്ടി, ക്യാപ്റ്റൻ, സുഡാനി ഫ്രം നൈജീരിയ എന്നീ സിനിമകളിലെ മികവുറ്റ പ്രകടനം തീർത്ത കടുത്ത മത്സരത്തിനൊടുവിലാണ് നടന്മാരുടെ അവാർഡ് പങ്കിട്ട് നൽകാൻ ജൂറി തീരുമാനിച്ചത്. മികച്ച നടന്മാർ 2 പേരുണ്ട്. അതിൽ ഒന്ന് ജയസൂര്യ കഴിഞ്ഞാൽ മറ്റൊന്ന് സൗബിൻ ഷാഹിർ. മികച്ച നടി നിമിഷ സജയൻ. മികച്ച ചിത്രം ഷെരീഫ് സിയുടെ കാന്തൻ ദ ലവർ ഓഫ് കളർ. ഒരു ഞായറാഴ്ചയാണ് മികച്ച രണ്ടാമത്തെ ചിത്രം. ഇതേ ചിത്രത്തിലൂടെ ശ്യാമപ്രസാദ് മികച്ച സംവിധായകനായി. ചോല, ജോസഫ് എന്നീ ചിത്രങ്ങളിലൂടെ ജോജു ജോർജ് മികച്ച സ്വഭാവ നടനായി. സുഡാനി ഫ്രം നൈജീരിയയിലൂടെ സാവിത്രി ശ്രീധരനും സരസ ബാലുശ്ശേരിയും മികച്ച സ്വഭാവ നടിമാരായി. മികച്ച ബാലതാരങ്ങൾ മാസ്റ്റർ ഋഥുനും അബനി ആദിയും. കഥാകൃത്ത് ജോയ് മാത്യു. ചിത്രം അങ്കിൾ. കാർബണിലൂടെ KU മോഹനൻ മികച്ച ക്യാമറാമാനായി. തിരക്കഥാകൃത്ത് സക്കറിയ മൊഹ്സീൻ പരാരി. ചിത്രം സുഡാനി ഫ്രം നൈജീരിയ. തീവണ്ടി, ജോസഫ് എന്നീ ചിത്രങ്ങളിലൂടെ BK ഹരിനാരായണൻ മികച്ച ഗാനരചയിതാവായി.
കാർബണിലെ ഗാനങ്ങളിലൂടെ വിശാൽ ഭരദ്വാജ് മികച്ച സംഗീത സംവിധായകനും. പശ്ചാത്തല സംഗീതം ബിജിപാൽ. ചിത്രം ആമി. ജോസഫിലെ പൂമുത്തോളെ എന്ന ഗാനത്തിലൂടെ വിജയ് യേശുദാസ് മികച്ച ഗായകനായപ്പോൾ ആമയിലെ നീർമാതളപ്പൂവിനുള്ളിൽ എന്ന ഗാനത്തിലൂടെ ശ്രേയ ഘോഷൽ മികച്ച ഗായികയുമായി. ജനപ്രിയ ചിത്രം സുഡാനി ഫ്രം നൈജീരിയ. ചിത്രത്തിലൂടെ സക്കറിയ നവാഗത സംവിധായകനുമായി തെരഞ്ഞെടുക്കപ്പെട്ടു. 6 പ്രത്യേക പരാമർശങ്ങളടക്കം 34 അവാർഡുകളാണ് ഇത്തവണ പ്രഖ്യാപിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാക്കളുടെ പ്രതികരണങ്ങളിലേക്ക്. കാരണം രണ്ട് ചിത്രങ്ങൾ, ഞാൻ മേരിക്കുട്ടിയും ക്യാപ്റ്റൻ, ഈ 2 ചിത്രത്തിന് ആണ് എനിക്ക് മികച്ച നടനുള്ള അവാർഡ് കിട്ടിയത്. ആദ്യമായിട്ടാണ് മികച്ച നടനുള്ള അവാർഡ് കിട്ടുന്നത്. അപ്പോൾ ഇത് 2 എക്സ്ട്രീം ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിന് മത്സരിച്ചിട്ടുള്ള എല്ലാവരും, മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് ബ്രില്യൻ്റ് ആക്ടേഴ്സ് ഉള്ള ഒരു സ്ഥലമല്ലേ നമ്മുടെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ബ്രില്യൻ്റ് ആയിട്ടുള്ള ആക്ടേഴ്സ് തന്നെയാണ്. അതിനകത്തൊരു ഇടം എനിക്കും കിട്ടിയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നല്ല സന്തോഷമായിട്ട് പ്രതികരിക്കുന്നു. ഒരു എന്താ പറയുക, ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ലായിരുന്നു. എനിക്ക് ന്യൂസ് കേട്ടപ്പോൾ തന്നെ ഞാൻ ചിരിച്ചിരിച്ച് ചത്ത്. കാരണം എല്ലാവരും നല്ല വർക്കായിരുന്നു. ടീം വർക്കിൻ്റെ ഭാഗമായിട്ടും മൂസിനും സമീർ ഭായും ഷൈജുവും നമ്മുടെ സക്രിയയും എല്ലാവരും കൂടി എന്നെ കറക്റ്റായിട്ട് അതിലോട്ട് കൊണ്ടുവന്നുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു അവാർഡ് കിട്ടാൻ പറ്റി. വളരെയധികം സന്തോഷം. എന്തായാലും നമ്മളൊക്കെ എല്ലാവരും സ്വീകരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞതിൽ തന്നെ അതുകൊണ്ട് അവാർഡ് കിട്ടുന്നതിൽ വളരെയധികം സന്തോഷം. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. കാരണം നമ്മൾ ചെയ്ത വർക്ക് നന്നായിട്ടുണ്ട്, ആ ഒരു അക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ട്, ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്നുണ്ട്. ആ ഒരു ഫീലാണ്. ഇപ്പോൾ ഒരു അപ്രീസിയേഷൻ കിട്ടില്ല നമുക്ക് നമ്മൾ ചെയ്ത വർക്കിന്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയൊരു അപ്രീസിയേഷനാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയത്. ഒരുപാട് സന്തോഷം. അവാർഡ് കിട്ടുന്നതിന് മുമ്പേ ഞാൻ ഭയങ്കര സന്തോഷമാണ്. കാരണം മലയാളത്തിലെ മുൻനിര നടന്മാരുടെ ഒപ്പം എൻ്റെ പേരും ഉണ്ട് എന്ന് പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാഗ്യം. ഞാൻ ഈ അവാർഡ് പപ്പേട്ടനും സനൽകുമാർ ശശിധരനും ഡെഡിക്കേറ്റ് ചെയ്യാണ്. കാരണം അവർ രണ്ടുപേരുമാണ് ആ 2 സിനിമയും ഉണ്ടാക്കിയെടുത്തത്. അവരില്ലെങ്കിൽ ആ സിനിമയില്ല. അപ്പോൾ അവരോട് ഒരുപാട് നന്ദി. ഈ സിനിമ പ്രോത്സാഹിപ്പിച്ച നമ്മുടെ നാട്ടുകാരോടും എല്ലാവരോടും ഒരുപാട് സന്തോഷമുണ്ട്. തീർച്ചയായും സന്തോഷമുള്ള കാര്യമാണ്. ഇത് വളരെ ഒരു ചെറിയൊരു സിനിമയാണ്. ചുരുങ്ങിയ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് പുതിയ അഭിനേതാക്കൾ, താരതമ്യേന പുതിയ സാങ്കേതിക പ്രവർത്തകർ എന്നെല്ലാവരും ചേർന്നിട്ടുള്ളൊരു സിനിമയായതുകൊണ്ട് ഇതിനിങ്ങനെ റെക്കഗ്നിഷൻ കിട്ടിയെന്നുള്ളത് വലിയ സന്തോഷം തോന്നുന്നു. ഒരു സംവിധായകൻ എന്നുള്ള രീതിയിലുള്ള എനിക്ക് കിട്ടിയ അവാർഡ് വാസ്തുവിൽ അതിൽ പങ്കെടുത്ത എല്ലാവർക്കും, എൻ്റെ പ്രൊഡ്യൂസർ ശ്രീ ശരത്, ഡോക്ടർ സതീഷ് കുമാർ, അതുപോലെ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. സംസ്ഥാനത്ത് പോലീസ് ഘടനയിൽ അഴിച്ചുപണി. ക്രമസമാധാന ചുമതലയ്ക്ക് സംസ്ഥാനത്ത് ഒരു ADGP, റേഞ്ചിന്റെ ചുമതല DIGക്കും സോണിന്റെ ചുമതല IG-ക്കുമാകും. മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. കർഷകരുടെ വായ്പകളിൽ മേൽ ജപ്തി നടപടി ഒഴിവാക്കുന്നതിനായി മുഖ്യമന്ത്രി ബാങ്കുകളുടെ യോഗവും വിളിച്ചു. സംസ്ഥാനത്ത് പോലീസിന്റെ ചുമതലയിൽ തന്നെ ആകെ മാറ്റം വരുത്തിയാണ് പുതിയ ഘടന മന്ത്രിസഭ തീരുമാനിച്ചത്. ക്രമസമാധാന ചുമതലയ്ക്ക് സംസ്ഥാനത്ത് ഒരു ADGPയാകും ഉണ്ടാവുക. നിലവിൽ സൌത്ത് സോൺ, നോർത്ത് സോൺ ADGPമാരാണ് ഉണ്ടായിരുന്നത്. റേഞ്ചുകളുടെ ചുമതല DIGമാർക്ക് നൽകും. നിലവിൽ IG-മാരായിരുന്നു ഇതിന്റെ ചുമതല വഹിച്ചിരുന്നത്. സോണിന്റെ ചുമതല IG-മാർക്കാണ് നൽകിയിരിക്കുന്നത്. നിലവിൽ ADGPമാർക്കായിരുന്നു സോണുകളുടെ ചുമതല. കർഷകർക്ക് ആശ്വാസമാകുന്ന തീരുമാനവും മന്ത്രിസഭായോഗം കൈക്കൊണ്ടു. ഇടുക്കി പോലുള്ള സ്ഥലങ്ങളിൽ ജപ്തി നോട്ടീസ് അയക്കുന്നതിൽ നിന്നും ബാങ്കുകൾ പിന്മാറണമെന്നും മന്ത്രിസഭ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് കർഷകരുടെ ആത്മഹത്യയുണ്ടാകുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് തീരുമാനമെന്ന് കൃഷിമന്ത്രി VS സുനിൽകുമാർ പറഞ്ഞു. ബാങ്കുകൾ ഈ മാർച്ച് മാസത്തിന് മുമ്പായിട്ട് കർഷകരുടെ മേൽ സമ്മർദ്ദം ഉണ്ടാക്കുന്ന രീതിയിൽ ഇങ്ങനെ ജപ്തി നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ നിന്നും ബാങ്കുകൾ പിന്മാറണം എന്നുള്ളതാണ് സർക്കാരിന് ആവശ്യപ്പെടാനുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടിയന്തരമായി ബാങ്കുകളുടെ ഒരു യോഗം വിളിച്ചുകൂട്ടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കൂടാതെ 2019-20 കർഷകർ എടുക്കുന്ന വായ്പയ്ക്ക് പലിശ ഈടാക്കില്ല. ഇതിന്റെ പലിശ പൂർണ്ണമായും സർക്കാർ വഹിക്കാനാണ് തീരുമാനം. ഒപ്പം നെല്ലിന്റെ താങ്ങുവില 1 രൂപ കൂട്ടാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കർഷകർക്ക് സർക്കാർ പ്രഖ്യാപിച്ച മൊറട്ടോറിയം നടപ്പാക്കാത്ത ബാങ്കുകൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ LDFന് എതിരാക്കാൻ ചിലർ ബോധപൂർവ്വം ശ്രമിക്കുന്നുവെന്നും ചർച്ചാറ്റിനെക്കുറിച്ചുള്ള വിവാദം ഇതിന്റെ ഭാഗമാണെന്നും കോടിയേരി വ്യക്തമാക്കി. കേരള സംരക്ഷണ യാത്രയ്ക്ക് എറണാകുളം ജില്ലയിൽ ലഭിച്ച സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കോടിയേരി. ഞങ്ങൾ ക്രൈസ്തവർക്ക് എതിരല്ല. ഇത് കാണിക്കാനാണ് അൽഫോൺസ് കണ്ണന്താനത്തെ കേന്ദ്രത്തിൽ ഒരു സഹമന്ത്രിയാക്കി. അദ്ദേഹം മന്ത്രിയായിട്ടോ എന്തുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് പോപ്പ് തിരുമേനിക്ക് ഇന്ത്യയിൽ പ്രവേശനം കൊടുക്കാൻ അദ്ദേഹം ഇടപെടാതിരുന്നത്?
RSS അത് സമ്മതിക്കില്ല. RSS മതന്യൂനപക്ഷങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്ന ഒരു ഫാസിസ്റ്റ് സംഘടനയാണ്. അതിന്റെ നയം മാത്രമേ BJP ഗവൺമെന്റ് നടപ്പാക്കാൻ കഴിയുള്ളൂ. കാനം രാജേന്ദ്രൻ നയിക്കുന്ന LDF വടക്കൻ മേഖല കേരള സംരക്ഷണ യാത്ര പാലക്കാട് ജില്ലയിൽ പര്യടനം തുടരുന്നു. 3 ദിവസം ജാഥ ജില്ലയിൽ പര്യടനം തുടരും. ഇപ്പോൾ സിജു കണ്ണൻ വിവരങ്ങൾ നൽകും. സിജു, ഇന്ന് പാലക്കാട് ജില്ലയിൽ എവിടെയൊക്കെയാണ് ജാഥ സ്വീകരണം ഏറ്റുവാങ്ങിയത്? കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കിയ ശേഷം ഇന്ന് രാവിലെയാണ് പാലക്കാട് ജില്ലയിലേക്ക് ജാഥ പ്രവേശിച്ചത്. പുലാമന്തോടിൽ വെച്ച് ജില്ലയിലെ LDF നേതാക്കൾ ജാഥയെ സ്വീകരിച്ചു. CPIM ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രൻ, CPI ജില്ലാ സെക്രട്ടറി സുരേഷ് രാജ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. തുടർന്ന് ആദ്യം സ്വീകരണം ഉണ്ടായിരുന്നത് തൃത്താല മണ്ഡലത്തിലെ കൂറ്റനാടാണ്. കൂറ്റനാട് ആയിരക്കണക്കിന് ആളുകളാണ് ജാഥയെ സ്വീകരിക്കാനെത്തിയത്. ഇരുചക്ര വാഹനങ്ങളിലടക്കം നിരവധി പ്രവർത്തകർ അകമ്പടിയായാണ് ജാഥയെ തൃത്താലയുടെ മണ്ണിലേക്ക് സ്വീകരിച്ചത്. ഓരോ മേഖലയിലും ജനങ്ങൾ വലിയ രീതിയിലുള്ള സ്വീകരണമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ പട്ടാമ്പിയിലാണ് ജാഥയ്ക്ക് സ്വീകരണം നൽകിക്കൊണ്ടിരിക്കുന്നത്. പട്ടാമ്പിയിൽ ജാഥ എത്തിക്കഴിഞ്ഞു. ഇനി അല്പസമയങ്ങൾക്കകം ഷൊർണൂർ മണ്ഡലത്തിലെ ചെറുപ്പുളശ്ശേരിയിലും അതോടൊപ്പം തന്നെ മണ്ണാർക്കാട് മണ്ഡലത്തിലും ജാഥയ്ക്ക് സ്വീകരണം നൽകും. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തുറന്നു കാണിച്ചുകൊണ്ടുള്ളതാണ് ജാഥ. കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ജാഥാംഗങ്ങളായ MP ഗോവിന്ദൻ മാസ്റ്റർ, കാനം രാജേന്ദ്രൻ തുടങ്ങിയ നേതാക്കൾ ഉന്നയിച്ചു. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെല്ലാം ഉയർത്തിക്കാണിച്ചുകൊണ്ടുകൂടിയാണ് ജാഥ മുന്നോട്ട് പോകുന്നത്. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള 6 വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് നരേന്ദ്രമോദിയുടെ സുഹൃത്തും നാട്ടുകാരനുമായതുകൊണ്ടാണ് അദാനിക്ക് നൽകിയതെന്ന് കാനം രാജേന്ദ്രൻ പറഞ്ഞു. കൊച്ചിയിലും കണ്ണൂരിലും സർക്കാരിന്റെ പങ്കാളിത്തമുള്ള കമ്പനിക്കാണ് വിമാനത്താവളം നടത്തിപ്പ് ചുമതല. എന്നാൽ ഏറ്റെടുത്ത് നടത്താമെന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടും മുൻപരിചയമുള്ള കേരള സർക്കാരിനെ ഒഴിവാക്കിയാണ് തിരുവനന്തപുരം വിമാനത്താവളം അദാനിയുടെ കമ്പനിക്ക് നൽകിയതെന്ന് കാനം രാജേന്ദ്രൻ പറഞ്ഞു. കോർപ്പറേറ്റുകളുടെ താല്പര്യം സംരക്ഷിക്കുന്ന സർക്കാരാണിത്. കർഷകർക്കും സാധാരണക്കാർക്കും ഒന്നും ചെയ്യാതെ മൂലധന ശക്തികളെ സഹായിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്ന വിമർശനവും കാനം രാജേന്ദ്രൻ ഉന്നയിച്ചു. ഇനി ജാഥ അല്പസമയങ്ങൾക്കും ചെറുപ്പുളശ്ശേരിയിലേക്ക് പോകും. അവിടെ മണ്ണാർക്കാടാണ് ഇന്നത്തെ ജാഥയുടെ സമാപനം. 3 ദിവസങ്ങളിലായി ജില്ലയിലെ 12 നിയമസഭാ മണ്ഡലങ്ങളിൽ ജാഥ പര്യടനം നടത്തും. അതിനുശേഷം മാർച്ച് 2-ന് ജാഥ തൃശൂർ ജില്ലയിലേക്ക് പ്രവേശിക്കും. വ്യക്തമാണ്. കാനം രാജേന്ദ്രൻ നയിക്കുന്ന വടക്കൻ മേഖല കേരള സംരക്ഷണ യാത്ര പാലക്കാട് ജില്ലയിൽ പര്യടനം തുടരുന്നു. വിവരങ്ങളാണ് സിജു കണ്ണൻ നൽകിയത്. കോടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന LDF തെക്കൻ മേഖല കേരള സംരക്ഷണ യാത്ര എറണാകുളം ജില്ലയിൽ പര്യടനം തുടരുന്നു. കോതമംഗലത്താണ് ജാഥ ആദ്യ സ്വീകരണം ഏറ്റുവാങ്ങിയത്. മൂവാറ്റുപുഴ, പിറവം, പട്ടിമറ്റം എന്നിവിടങ്ങളിലും ജാഥ സ്വീകരണം ഏറ്റുവാങ്ങും. ഫെബ്രുവരി 28, മാർച്ച് 1 എന്നീ തീയതികളിൽ ജാഥ എറണാകുളം ജില്ലയിൽ പര്യടനം നടത്തും. ഇപ്പോൾ വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, വിശദാംശങ്ങൾ. എറണാകുളം ജില്ലയിലെ കിഴക്കൻ മേഖലയായ കോതമംഗലം, മൂവാറ്റുപുഴ, പിറവം, പട്ടിമറ്റം എന്നീ 4 മണ്ഡലങ്ങളിലാണ് ഇന്നത്തെ സ്വീകരണം. അതിൽ കോതമംഗലത്തെ സ്വീകരണം രാവിലെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി എറണാകുളം ജില്ലയിലേക്ക് ഇന്ന് രാവിലെ ജാഥ പ്രവേശിച്ചു. പൈങ്ങോട്ടൂരിൽ വെച്ച് ജില്ലാ അതിർത്തിയിൽ വെച്ച് LDFന്റെ ജില്ലാ നേതാക്കൾ ചേർന്ന് വലിയ വരവേൽപ്പാണ് ജാഥയ്ക്ക് അതിർത്തിയിൽ നൽകിയത്. തുടർന്നായിരുന്നു കോതമംഗലത്തെ സ്വീകരണം. യഥാർത്ഥത്തിൽ കിഴക്കൻ മേഖല ഒരു കാർഷിക മേഖലയാണ്. കിഴക്കൻ മേഖലയിലെ കർഷക ജനത ഈ ഇടത് ജാഥയെ അക്ഷരാർത്ഥത്തിൽ നെഞ്ചേറ്റുന്നത് തന്നെയാണ് കണ്ടത്. ആയിരങ്ങൾ സ്വീകരണ കേന്ദ്രത്തിലേക്ക് ഒഴുകിയെത്തി. അവിടെ കോടിയേരി പ്രധാനമായി പറഞ്ഞൊരു വിഷയം ഇടുക്കിയിലെ കർഷക ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. കർഷകരുടെ ബാങ്ക് വായ്പകൾക്ക് സംസ്ഥാന സർക്കാർ മൊറട്ടോറിയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അത്തരത്തിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച മൊറട്ടോറിയം നടപ്പാക്കാതിരിക്കുകയാണ് ചില ബാങ്കുകൾ. അത്തരം ബാങ്കുകൾക്കെതിരെ നടപടി വേണം എന്ന് കോടിയേരി ആവശ്യപ്പെട്ടു. ഏതായാലും മറ്റൊരു വിഷയം അദ്ദേഹം പറഞ്ഞത് ചർച്ച ആക്ടുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന വിവാദമാണ്. ഇല്ലാത്ത ചർച്ച ആക്ടിന്റെ പേരിൽ ക്രൈസ്തവ ജനതയെ ഇടതുപക്ഷത്തിന് എതിരാക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് കോടിയേരി ഉന്നയിച്ച മറ്റൊരു ആക്ഷേപം. ഏതായാലും ജാഥ പര്യടനം തുടരുകയാണ്. അല്പസമയത്തിനകം തന്നെ ജാഥ മൂവാറ്റുപുഴയിലെത്തും. മൂവാറ്റുപുഴയിലെ സ്വീകരണ കേന്ദ്രത്തിൽ ഇപ്പോൾ മറ്റ് ജാഥാംഗങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ ഈ മൂവാറ്റുപുഴയിലെ സ്വീകരണം പൂർത്തിയായാൽ പിറവത്തും കുന്നത്തുനാട് മണ്ഡലത്തിലെ പട്ടിമറ്റത്തുമായിരിക്കും ഇന്നത്തെ ശേഷിക്കുന്ന 2 സ്വീകരണ കേന്ദ്രങ്ങൾ. വ്യക്തമാണ്. കോടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന തെക്കൻ മേഖല ജനസംരക്ഷണ യാത്ര എറണാകുളത്ത് പര്യടനം തുടരുന്നു. അല്പസമയത്തിനകം ജാഥ മൂവാറ്റുപുഴയിൽ സ്വീകരണം ഏറ്റുവാങ്ങും. വിശദാംശങ്ങളാണ് സാലി മുഹമ്മദ് നൽകിയത്.
അവസരങ്ങൾക്കൊത്ത് നിലപാട് മാറ്റുന്നതിൽ പ്രസിദ്ധനാണ് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു. നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ചെത്തുന്ന ആന്ധ്രാപ്രദേശിൽ വലിയ പ്രചാരണമാണ് ഇത്തവണ നടക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃനിരയിൽ സ്വയം പ്രതിഷ്ഠിക്കുന്ന നായിഡുവിന് ആന്ധ്രയും കേന്ദ്രവും ഒരുമിച്ച് പിടിക്കണം. YSR കോൺഗ്രസും ചലച്ചിത്ര താരം പവൻ കല്യാണും നടത്തുന്ന മുന്നേറ്റങ്ങൾ ചന്ദ്രബാബു നായിഡുവിന്റെ സംസ്ഥാന മോഹങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നു. NDA മുന്നണിയിൽ ഒപ്പം നിന്ന് BJPയുമായി അധികാരം പങ്കിട്ട ചന്ദ്രബാബു നായിഡു കഴിഞ്ഞ വർഷമാണ് കളം മാറ്റി ചവിട്ടിയത്. അന്നേ വരെ വിമർശിച്ചിരുന്ന രാഹുൽ ഗാന്ധിയുമായി പുതിയ ബാന്ധവവും തുടങ്ങി. UPAക്കെതിരെ 2013 ദില്ലിയിൽ സമരം നടത്തിയ ചന്ദ്രബാബു നായിഡു അതേ വേദിയിൽ മോദിക്കെതിരെ കഴിഞ്ഞ മാസം സമരം നടത്തുന്നതിനും ദില്ലി സാക്ഷ്യം വഹിച്ചു. ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി ഇല്ല എന്നതാണ് മോദിയുമായി പിണങ്ങാൻ കാരണമായി പറഞ്ഞത്. അതിനപ്പുറം സംസ്ഥാനത്ത് BJPക്കെതിരെ ഉയരുന്ന ജനവികാരം ഘടകകക്ഷിയായ TDPക്കെതിരെ തിരിയാതിരിക്കാനുള്ള തന്ത്രപരമായ നീക്കം കൂടിയായിരുന്നു അത്. 2014 തെരഞ്ഞെടുപ്പിൽ 45.7% വോട്ട് ലഭിച്ച ജഗ്മോഹൻ റെഡ്ഡിയുടെ YSR കോൺഗ്രസ് മുഖ്യപ്രതിപക്ഷമായി സംസ്ഥാനത്ത് ഉയർന്നു വരുന്നത് നായിഡുവിനെ ആശങ്കയിലാക്കുന്നു. സിനിമകൾക്കേറെ പ്രാധാന്യം കൊടുക്കുന്ന ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡുവിനെ വില്ലനാക്കി പുതിയ സിനിമയും പുറത്തിറങ്ങുന്നുണ്ട്. ചലച്ചിത്ര താരം പവൻ കല്യാൺ ജനസേവാ പാർട്ടി രൂപീകരിച്ച് വലിയ മുന്നേറ്റമുണ്ടാക്കുന്നു. സൂപ്പർ സ്റ്റാർ ചിരഞ്ജീവിയുടെ സഹോദരനാണ് പവൻ കല്യാൺ. TDPയുടെ വോട്ട് ബാങ്കുകളിലാണ് പവൻ കല്യാൺ മുന്നേറ്റം നടത്തുന്നത്. സംസ്ഥാന ഭരണം കിട്ടിയാൽ പിന്നെ ദേശീയ മോഹങ്ങളാണ് നായിഡുവിന്. പ്രതിപക്ഷ പാർട്ടികളെ ഒരുമിച്ച് BJPക്കെതിരെ നീങ്ങുന്നത് ദില്ലിയിലെ താക്കോൽ സ്ഥാനം ലക്ഷ്യമിട്ട് തന്നെ. 175 അംഗ നിയമസഭയിൽ 103 സീറ്റ് TDPക്ക്, 67 സീറ്റ് YSR കോൺഗ്രസിന്. 1996 വരെ ആന്ധ്രാപ്രദേശ് ഭരിച്ചിരുന്ന കോൺഗ്രസ് സംസ്ഥാന വിഭജനത്തിനു ശേഷം പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു. ചന്ദ്രബാബു നായിഡുവുമായി സഖ്യത്തിലാകും ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുകയെന്ന സൂചന കോൺഗ്രസ് നൽകുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. തിരുവനന്തപുരത്തെ പ്രശസ്തമായ കണ്ണാശുപത്രി ഇനി പുതിയ ബഹുനില മന്ദിരത്തിൽ പ്രവർത്തിക്കും. സ്ഥലപരിമിതി മൂലം രോഗികൾക്ക് നിന്ന് തിരിയാൻ ഇടമില്ലാതിരുന്ന കണ്ണാശുപത്രിക്ക് തറക്കല്ലിട്ടതും പണി പൂർത്തീകരിച്ചതും LDF സർക്കാരാണ്. സർക്കാരിന്റെ 1000 ദിവസങ്ങളോടനുബന്ധിച്ചാണ് പണി പൂർത്തീകരിച്ചത്. മുഖ്യമന്ത്രി പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 115 വർഷം പഴക്കമുള്ള പഴയ കെട്ടിടത്തിൽ നിന്നും അത്യന്താധുനിക സൗകര്യങ്ങളുള്ള പുതിയ കെട്ടിടത്തിലേക്കുള്ള തിരുവനന്തപുരം കണ്ണാശുപത്രിയുടെ പരകായ പ്രവേശം ആരിലും സ്ഥലജല വിഭ്രാന്തി ഉണ്ടാക്കും വിധം കൗതുകകരമാണ്. 7 നിലകളുള്ള ബഹുനില കെട്ടിടമായി പുനർജനിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം റീജിയണൽ ഒഫ്താൽമോളജി. രോഗികൾക്ക് വിപുലമായ സൗകര്യങ്ങളാണ് പഴയ കണ്ണാശുപത്രിക്ക് എതിർവശത്തുള്ള പുതിയ കെട്ടിടത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ഏത് സ്വകാര്യ ആശുപത്രിയോടും കിടപിടിക്കാൻ കഴിയും വിധത്തിലാണ് ഇവിടുത്തെ സൗകര്യങ്ങളെന്നത് സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാണ്. സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. നേത്രാരോഗ്യ മേഖലയോടുള്ള സർക്കാരിന്റെ കരുതലാണ് കെട്ടിട സമർപ്പണമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചർ പറഞ്ഞു. കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി എന്നീ OP വിഭാഗങ്ങളും ഓപ്പറേഷൻ തിയേറ്റർ, ലാബുകൾ, റഫറൽ OP അടക്കമുള്ള സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. തിങ്കളാഴ്ച മുതൽ പുതിയ കെട്ടിടത്തിലേക്ക് ആശുപത്രിയുടെ പ്രവർത്തനം മാറ്റും. 2010 LDF സർക്കാരാണ് ആശുപത്രി കെട്ടിടം പണിയാൻ തീരുമാനിച്ചത്. എന്നാൽ കഴിഞ്ഞ UDF സർക്കാർ പൂർത്തിയാവാത്ത ആശുപത്രി കെട്ടിടത്തിൽ ഉദ്ഘാടന പ്രഹസനം നടത്തിയിരുന്നു. കോൺഗ്രസ് MPയും MLAമാരും ഉദ്ഘാടന ചടങ്ങിൽ നിന്നും വിട്ടുനിന്നു. മേയർ VK പ്രശാന്ത്, ഡയറക്ടർ ഡോക്ടർ V സഹസ്രനാമം, DME ഡോക്ടർ രംല BV, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് മാത്യു, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ CS ഷീബ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.